ഹായ്, എല്ലാവർക്കും സ്വാഗതം. നമ്മളൊക്കെ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട് അല്ലേ? എങ്ങനെയാണ് ഒരാൾ ഒരു ഉഗ്രൻ ലീഡർ ആകുന്നത്? അല്ലെങ്കിൽ എന്താണ് ഒരു നല്ല നേതാവിന് വേണ്ട കഴിവുകൾ? ഈ ചോദ്യത്തിന്റെ ഉത്തരം തേടിയുള്ള ഒരു യാത്രയാണ് നമ്മൾ ഇന്ന് ഒരുമിച്ച് തുടങ്ങാൻ പോകുന്നത്. അപ്പോ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. എവിടുന്നായി കിടിലൻ ലീഡേഴ്സൊക്കെ വരുന്നത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇതിനെപ്പറ്റി? അവരൊക്കെ അങ്ങ് ജനിക്കുമ്പോഴേ ലീഡേഴ്സാണോ? അതോ ചുറ്റുമുള്ള സാഹചര്യങ്ങൾ അവരെ അങ്ങനെ മാറ്റിയെടുക്കുന്നതാണോ? സത്യം പറഞ്ഞാ ഇതിന്റെ ഉത്തരം സിമ്പിളാണ്, പക്ഷെ ഭയങ്കര പവർഫുളുമാണ്. കേട്ടാ ചിലപ്പോൾ വിശ്വസിക്കാൻ പാടായിരിക്കും, പക്ഷേ ലീഡേഴ്സ് ജനിക്കുന്നതല്ല, അവരെ ശരിക്കും പറഞ്ഞാൽ ബിൽഡ് ചെയ്തെടുക്കുന്നതാണ്. ഓരോ സ്റ്റെപ്പിലും കറക്റ്റായി ട്രെയിൻ ചെയ്ത് അറിവ് കൊടുത്ത് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അതെ, നിങ്ങൾ കേട്ടത് കറക്റ്റാണ്. ഒരു നേതാവിനെ ഉണ്ടാക്കിയെടുക്കാൻ കൃത്യമായ ഒരു പ്ലാൻ തന്നെയുണ്ട്. ഇതൊരു വെറും സങ്കല്പമൊന്നുമല്ല, മറിച്ച് വ്യക്തമായ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ചെയ്യാൻ പറ്റുന്ന ഒരു ബ്ലൂ പ്രിന്റാണ്. ആ ബ്ലൂ പ്രിന്റാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോ റെഡിയല്ലേ? നമുക്ക് ഈ യാത്രയുടെ ആദ്യത്തെ ഘട്ടത്തിലേക്ക് കടക്കാം. ഏതൊരു വലിയ യാത്രയ്ക്കും ഒരു മാപ്പ് വേണമല്ലോ അല്ലേ? അതുപോലെ തന്നെ ലീഡർഷിപ്പിലേക്കുള്ള ഈ യാത്രയിലും നമുക്കൊരു മാപ്പുണ്ട്. ഇതാണ് നമ്മുടെ വഴികാട്ടി. നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും, എന്തിനാണ് ഒരു കമ്പനി ഇത്രയും സമയവും പണവുമൊക്കെ ചിലവഴിച്ച് ഇത്തരം ട്രെയിനിംഗ് പ്രോഗ്രാമുകൾ നടത്തുന്നതെന്ന്. അതിന്റെ ഉത്തരമാണ് ഈ കാണുന്നത്. ഇതിന്റെ പ്രധാന ലക്ഷ്യം ഒന്നല്ല, പലതാണ്. ജീവനക്കാരുടെ ലീഡർഷിപ്പ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക, അടുത്ത തലമുറയിലെ ലീഡേഴ്സിനെ റെഡിയാക്കുക, അങ്ങനെ കമ്പനിയുടെ പെർഫോമൻസ് മൊത്തത്തിൽ മെച്ചപ്പെടുത്തുക. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ലീഡർഷിപ്പ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേപോലെയുള്ള ഒരു കോഴ്സല്ല. ഈ ടേബിളിലേക്കൊന്ന് നോക്കിക്കേ, ഇത് എത്രത്തോളം വ്യത്യസ്തമാണെന്ന് അപ്പം തന്നെ മനസ്സിലാവും. ഇപ്പോൾ വളർന്നു വരുന്ന പുതിയ ലീഡേഴ്സിന് അവർക്ക് വേണ്ടത് 1 വർഷം നീളുന്ന മെന്റർഷിപ്പ് പ്രോഗ്രാമാണ്. എന്നാൽ മിഡ് ലെവൽ മാനേജർമാർക്കോ അവർക്ക് 6 മാസത്തെ സ്കിൽ ട്രെയിനിങ് മതിയാകും. ഇനി ടോപ്പിലുള്ള എക്സിക്യൂട്ടീവ്സിന്റെ കാര്യം എടുത്താലോ, അവർക്ക് വേണ്ടത് തുടർച്ചയായ കോച്ചിംഗ് ആണ്. കണ്ടില്ലേ, ഓരോരുത്തരുടെ ആവശ്യമനുസരിച്ചാണ് ഇത് പ്ലാൻ ചെയ്യുന്നത്. ഓക്കേ, അപ്പൊ നമ്മള് യാത്രയുടെ അടുത്ത സ്റ്റേജിലെത്തി. ഒരു നേതാവിന് വേണ്ട സ്കിൽസ് ഒക്കെ പഠിച്ചെടുക്കുന്ന ആ ഒരു ട്രെയിനിങ് ഗ്രൗണ്ടിലേക്ക് നമുക്ക് കടക്കാം. ഈ കാണുന്ന സ്കിൽസ് ഇല്ലേ, ഇതാണ് ഒരു ലീഡറുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. എങ്ങനെ സ്ട്രാറ്റജിക്കായി ചിന്തിക്കണം, എങ്ങനെ ആളുകളുമായി നന്നായി സംസാരിച്ച് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യണം, ഒരു ടീമിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, പിന്നെ ഏറ്റവും പ്രധാനം, എങ്ങനെ ശരിയായ തീരുമാനങ്ങൾ എടുക്കണം. ഇതൊന്നും കൂടാതെ ഒരു നല്ല ലീഡർ ഉണ്ടാകില്ല. അപ്പോ ഈ കഴിവുകളൊക്കെ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? പ്രധാനമായും 2 രീതികളുണ്ട്. ഒന്ന്, ആളുകളെ നേരിട്ട് ഒരുമിച്ചിരുത്തി പഠിപ്പിക്കുന്ന വർക്ക്ഷോപ്പുകൾ. ഇതിന്റെ ഗുണമെന്താന്ന് വെച്ചാൽ നല്ലപോലെ സംവദിക്കാനും സംശയങ്ങൾ അപ്പപ്പോ ചോദിച്ച് മനസ്സിലാക്കാനും പറ്റും. പിന്നെ വെർച്വൽ ട്രെയിനിംഗ്, അതായത് ഓൺലൈൻ വഴി. ഇത് എവിടെയിരുന്നും അറ്റൻഡ് ചെയ്യാം, നല്ല സൗകര്യമാണ്. പക്ഷേ രണ്ടിനും അതിൻ്റേതായ പ്ലസും മൈനസും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല പ്രോഗ്രാമുകൾ എന്താ ചെയ്യാന്നറിയാമോ? ഇവ രണ്ടും കൂടി മിക്സ് ചെയ്യും. യഥാർത്ഥ ജോലി ചെയ്തുകൊണ്ടുള്ള പരിശീലനം, കൂടെയുള്ളവരിൽ നിന്ന് പഠിക്കുന്നത്, പിന്നെ ചില പ്രത്യേക സാഹചര്യങ്ങൾ കമ്പ്യൂട്ടറിൽ ഉണ്ടാക്കി അതിലെങ്ങനെ പെരുമാറുമെന്ന് നോക്കുന്ന സിമുലേഷനുകൾ. ഇതെല്ലാം കൂടി ചേരുമ്പോൾ പഠനം അടിപൊളിയാകും, കൂടുതൽ എഫക്റ്റീവുമാകും. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ്. ഒരു ലീഡറും ഒറ്റയ്ക്ക് ആ യാത്ര പൂർത്തിയാക്കുന്നില്ല. വഴി കാണിക്കാനും താങ്ങായി നിൽക്കാനും ചില ആളുകളുണ്ടാകും. അതാണ് മെന്ററും കോച്ചും. മെന്റർഷിപ്പ് എന്ന് കേൾക്കുമ്പോൾ അതൊരു സാധാരണ സംസാരം മാത്രമാണെന്ന് കരുതരുത്. അതിനൊരു കൃത്യമായ ഘടനയുണ്ട്. ഈ സ്ലൈഡിൽ കാണുന്നതുപോലെ ആദ്യം കൃത്യമായ ലക്ഷ്യങ്ങൾ വെച്ച് മെന്ററെയും മെന്റിയെയും തമ്മിൽ കണക്ട് ചെയ്യും. പിന്നെ സ്ഥിരമായി മീറ്റിംഗുകൾ വെച്ച് പുരോഗതി വിലയിരുത്തും. ഇതൊരു ചിട്ടയായ പ്രോസസ്സാണ്. അതുപോലെ കോച്ചിങ്ങും ഫീഡ്ബാക്കും വളരെ പ്രധാനമാണ്. 360 ഡിഗ്രി അസസ്മെന്റ് പോലെയുള്ള ടൂൾസ് ഒരു വ്യക്തിക്ക് അവരുടെ സ്ട്രോങ് പോയിന്റ്സ്, വീക്ക് പോയിന്റ്സ്, ഇതിനെക്കുറിച്ചൊക്കെ പല ആംഗിളിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ നൽകും. ഇത് സ്വയം മനസ്സിലാക്കാനും ഇംപ്രൂവ് ചെയ്യാനും ഒരുപാട് സഹായിക്കും. ശരി, അപ്പോ ട്രെയിനിങ് കൊടുത്തു, മെന്ററും കഴിഞ്ഞു. പക്ഷെ ഇതൊക്കെ കൊണ്ട് കാര്യമുണ്ടായോ എന്ന് നമ്മൾ എങ്ങനെ അറിയും? അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് അതാണ്. ഒരാളുടെ യഥാർത്ഥ വളർച്ച എങ്ങനെയാണ് അളക്കുന്നത്? വിജയം എന്നൊക്കെ പറയുന്നത് വെറുതെ തോന്നുന്ന ഒരു കാര്യമല്ല. അത് നമുക്ക് കൃത്യമായ അളക്കാൻ പറ്റണം. അതിന് നമ്മൾ ചില സൂചകങ്ങൾ ഉപയോഗിക്കും. അതിനെയാണ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് അഥവാ KPIs എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, ഇതൊരു പ്രധാനപ്പെട്ട KPI ആണ്, പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യുന്നവരുടെ എണ്ണം. ഇവിടെ ലക്ഷ്യം വെക്കുന്നത് 90%. ഈ നമ്പർ കാണിക്കുന്നതെന്താ? ആളുകൾ എത്രത്തോളം കമ്മിറ്റഡ് ആയിട്ടാണ് ഇതിൽ പങ്കെടുക്കുന്നത് എന്നാണ്. ഈ ചാർട്ട് കണ്ടാൽ സംഭവം ക്ലിയറാകും. കണ്ടോ,
പ്രോഗ്രാമിന് മുൻപുള്ള അവസ്ഥയും അതിന് ശേഷമുള്ള അവസ്ഥയും തമ്മിലുള്ള വ്യത്യാസം. ആ കുറഞ്ഞ ബാർ കണ്ടില്ലേ, അതാണ് മുൻപത്തെ ലെവൽ. അതിനുശേഷം വന്ന ആ ഉയരം കൂടിയ ബാർ നോക്കൂ, അതാണ് ഈ പ്രോഗ്രാമിന് യഥാർത്ഥ റിസൾട്ട്. ഈ ഒരു മാറ്റം, അതാണ് ഇതിന്റെ വിജയം. ഇനി ഈ ഡയഗ്രാം ഒന്ന് നോക്കിക്കേ. ഇത് കാണിക്കുന്നത് ആ സ്ഥാപനത്തിന് ഭാവിയിൽ എത്ര ലീഡേഴ്സിന് കിട്ടുമെന്നാണ്. എത്ര ശതമാനം പേർ ഇപ്പോൾ തന്നെ ലീഡർഷിപ്പ് ഏറ്റെടുക്കാൻ റെഡിയാണ്, എത്ര പേർ 1-2 വർഷത്തിനുള്ളിൽ റെഡിയാകും. ഇതെല്ലാം ഈ ട്രെയിനിംഗ് പ്രോഗ്രാമിന്റെ നേരിട്ടുള്ള റിസൾട്ടാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഈ യാത്രയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു നേതാവിനെ ഇങ്ങനെ വാർത്തെടുത്തതുകൊണ്ട് ശരിക്കും എന്താണ് നേടുന്നത്? എന്താണ് ഇതിന്റെയൊക്കെ ആത്യന്തികമായ ലക്ഷ്യം? ഇവിടെ ലക്ഷ്യം വെക്കുന്നത് വെറുമൊരു വ്യക്തിയുടെ വളർച്ച മാത്രമല്ല. ഈ ട്രെയിനിങ്ങിലൂടെ കമ്പനിയുടെ ഉള്ളിൽ നിന്ന് തന്നെ കൂടുതൽ ലീഡേഴ്സ് ഉണ്ടാകണം, കമ്പനിയുടെ മൊത്തത്തിലുള്ള പെർഫോമൻസ് മെച്ചപ്പെടണം, ഏറ്റവും പ്രധാനമായി ആ കമ്പനിയുടെ ലീഡർഷിപ്പ് കൾച്ചറിൽ തന്നെ ഒരു പോസിറ്റീവ് മാറ്റം വരണം. അതാണ് യഥാർത്ഥ വിജയം. ഒരു കാര്യം എപ്പോഴും ഓർക്കണം, ഈ ബ്ലൂ പ്രിന്റ് ഒരു ഫൈനൽ ഡോക്യുമെന്റ് ഒന്നുമല്ല. ഇതെപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ഓരോ തവണയും കിട്ടുന്ന ഫീഡ്ബാക്ക് വെച്ച് ഇതിനെ മെച്ചപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഓരോ പുതിയ ബാച്ച് ലീഡേഴ്സിൽ നിന്നും കിട്ടുന്ന അറിവുകൾ വെച്ച് ഈ രൂപരേഖ കൂടുതൽ മെച്ചപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പോ പോകുന്നതിനു മുൻപ് ഞാനൊരു ചോദ്യം നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ്. ശരിക്കും ആലോചിക്കേണ്ട ഒരു ചോദ്യം. നമ്മുടെ ഈ ട്രെയിനിങ്ങും മെന്റർഷിപ്പും ഒക്കെ ഇന്നൊവേഷനും നല്ലൊരു കൾച്ചറും സ്ട്രാറ്റജിക് ഗ്രോത്തുമൊക്കെ കൊണ്ടുവരാൻ കഴിവുള്ള ലീഡേഴ്സിനെയാണോ ഉണ്ടാക്കുന്നത്? ഈ ചോദ്യത്തിന് ഉത്തരം തേടുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥ ലീഡേഴ്സ് ഉണ്ടാകുന്നത്. ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ.